കറുപ്പുമുറപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമാണ്. മറ്റ് എപ്പിസോഡുകൾ മാതിരി ചിന്തകൾ മാത്രമല്ല, ഇത് വളരെ പ്രധാനപ്പെട്ട നമ്മൾ ആക്ഷൻ ചെയ്യേണ്ട ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. കേരളത്തിലെ അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം 2025 പഞ്ചായത്ത് ഇലക്ഷൻ, 2026 നിയമസഭാ ഇലക്ഷൻ വരും. നിയമസഭാ ഇലക്ഷനുകളിലും പഞ്ചായത്ത് ഇലക്ഷനുകളിലും LDF മേൽക്കൈ നേടുന്ന ഒരു സാഹചര്യം നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കണ്ടുവരുന്നു. അപ്പോ നമ്മൾ ആലോചിക്കണം, എന്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും വിരുദ്ധമായിട്ട് പഞ്ചായത്ത് ഇലക്ഷന്റെ എന്തുകൊണ്ടാണ് CPM-ന് അല്ലെങ്കിൽ ഇടതു മുന്നണിക്ക് കൂടുതൽ വോട്ട് കിട്ടുന്നതും കൂടുതൽ സീറ്റ് കിട്ടുന്നതും കൂടുതൽ പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും പിടിക്കുന്നത് എന്തുകൊണ്ടെന്ന് നമ്മൾ വിശദമായി വിശകലനം ചെയ്യേണ്ടിയിരിക്കും. നമുക്കറിയാം, പ്രാദേശിക ഇലക്ഷനിലെ വോട്ടുകളെല്ലാം പ്രാദേശിക വിഷയങ്ങളിൽ ഊന്നിയിട്ടുള്ളതായിരിക്കും. പ്രാദേശിക നേതാക്കളുടെ വ്യക്തിപരമായിട്ടുള്ള അടുപ്പത്തിൽ ഊന്നിയിട്ടുള്ളതായിരിക്കും. പക്ഷേ 2014 ഇന്ത്യയിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു. നമ്മളെ BJP-കാരും UDF-കാരും ഒന്നും വളരെ ശ്രദ്ധിക്കാതെ പോയ ഒരു മാറ്റമാണ്. നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക രംഗം കംപ്ലീറ്റ് ഡിജിറ്റലായി. എല്ലാവർക്കും സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങി. എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത് ഏകദേശം ഇപ്പൊ എനിക്ക് തോന്നുന്നത് 95% പേർക്ക് ഇന്ത്യയിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഈ ബാങ്ക് അക്കൗണ്ടുകളില് വലിയൊരു ഇലക്ഷൻ ആയുധമാക്കാൻ LDF-നും UDF-നും സാധിക്കും. എന്തെന്ന് വെച്ചാൽ, നമുക്കറിയാം, നമ്മുടെ ഓരോ സഹായത്തിനും, നമുക്ക് കിട്ടുന്ന ഓരോ സഹായത്തിനും കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും ഫണ്ടിൽ നിന്നാണ് നമുക്കത് കിട്ടുന്നത്. ഇപ്പൊ കേരളത്തില് വളരെ ചർച്ചാ വിഷയമായിട്ട് ഉള്ള ഒരു സമരമാണ് ആശാ വർക്കേഴ്സിന്റെ സമരം. നൂറുകണക്കിന് ആശമാർ നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നതിനിടെ സഭയിലും ആശാ വർക്കർമാരുടെ സമരത്തെ തള്ളി സർക്കാർ. കേരളത്തിലെ നമുക്കെല്ലാം അറിയാവുന്ന പോലെ കേരളത്തിലെ ആരോഗ്യരംഗത്ത് വോളണ്ടിയേഴ്സ് ആയിട്ടാണ്, അവരെ വോളണ്ടിയേഴ്സ് എന്നാണ് എടുക്കുന്നത്. അവരെ എംപ്ലോയീസ് എന്നോ സ്റ്റാഫ് എന്നോ അവർ പറയുന്നില്ല. ഹെൽത്ത് വോളണ്ടിയേഴ്സ് എന്നുള്ള വാക്കാണ്. ഹെൽത്ത് വോളണ്ടിയർ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ നമ്മൾ സൗജന്യമായിട്ട് സേവനം ചെയ്യുന്നു, പിന്നെ എന്തെങ്കിലും ഓണറേറിയമായിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നു. ആ വോളണ്ടിയർ എന്നുള്ള വാക്കിനകത്ത് ഒരു വലിയ ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. കാര്യം അവരെ ഒരിക്കലും സ്ഥിരപ്പെടുത്താതിരിക്കാനും അവരെ സർക്കാർ സംവിധാനത്തിന്റെ സ്ഥിരമായ ഒരു ഭാഗമാക്കാതിരിക്കാനും ഉപയോഗിക്കുന്ന വാക്കാണ് വോളണ്ടിയർ എന്നുള്ള വാക്ക്. വോളണ്ടിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിഷ്കാമ കർമ്മം എന്ന് പറയാം. നമുക്ക് യാതൊരുവിധ പ്രതിഫലവും ഇച്ഛിക്കാതെ നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തിനെയാണ് വോളണ്ടിയർ വർക്ക് എന്ന് പറയുന്നത്. അത് ആരും പറഞ്ഞിട്ടില്ല, നമുക്ക് തോന്നിയിട്ട് നമ്മൾ സ്വമേധയാ ത്യാഗമനസ്ഥിതിയോടെ ചെയ്യുന്ന വർക്കിനെ നമുക്ക് വോളണ്ടിയർ എന്ന് പറയും. ആശാ വോളണ്ടിയേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. ആശാ വർക്കേഴ്സ് എന്നവർ പറയുന്നെങ്കിലും ആശാ വോളണ്ടിയേഴ്സ് ആണ് അവർ സമരം ചെയ്യുന്നത്. ഈ സമരത്തില് നമ്മളെ വളരെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കേന്ദ്രം പറയുന്നത് കേന്ദ്രം കൊടുക്കാനുള്ള പൈസ മുഴുവൻ കൊടുക്കും, കേരളം പറയുന്നത് ഞങ്ങൾക്ക് കിട്ടേണ്ട പൈസ ഒന്നും കിട്ടിക്കില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരുമ്പോഴത്തേക്ക് പാവപ്പെട്ട സഹോദരിമാര്, അമ്മമാര്, അവർക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയാതെ അവര് ഉഴലുകയാണ്. അതായത് കേന്ദ്രത്തിന്റെ ഭാഗത്താണോ ന്യായം, സംസ്ഥാനത്തിന്റെ ഭാഗത്താണോ ന്യായം, ഇതാർക്കും മനസ്സിലാവുന്നില്ല. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ്, ഇത് ആദ്യത്തെ വാജ്പേയി സർക്കാർ ഇരുന്ന കാലം തൊട്ടേ BJP-യുടെ ഉന്നത നേതാക്കളുമായിട്ട് നമ്മൾ സംവദിക്കുമ്പോഴത്തേക്ക് മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു ആശയമാണ്, കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന സഹായങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ആ സഹായങ്ങൾ ഈ ഉപഭോക്താവിന് അല്ലെങ്കിൽ അതിന്റെ ഗുണഭോക്താവിന് നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ ഈ പഞ്ചായത്ത് ഇലക്ഷനില് UDF-നും BJP-ക്കും കാര്യമായ നേട്ടം ഉണ്ടാവും. കാര്യം വർഷങ്ങളായിട്ട് CPM-ഉം LDF-ഉം ചെയ്തു വരുന്ന ഒരു കാര്യം, എനിക്ക് മീഡിയയിൽ വന്ന കണക്കനുസരിച്ച് ഏകദേശം 65 ലക്ഷം പേരാണ് സാമൂഹ്യ പെൻഷൻ വാങ്ങിക്കുന്നത്. 65 ലക്ഷത്തോളം പേര്.
നമുക്കറിയാം ഓരോ വർഷവും ഓരോ ഇലക്ഷനിലും നിർണായകമാവുന്നത് 5 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെ വോട്ടാണ്, അല്ലെങ്കിൽ 2 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെ വോട്ടിനാണ്. പലപ്പോഴും വ്യത്യാസത്തിലാണ് രണ്ട് മുന്നണികളും തമ്മിൽ ഇടയ്ക്കുള്ള വ്യത്യാസം. അപ്പോ ഈ 65 ലക്ഷം ഗുണഭോക്താക്കൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു വീട്ടില് ഭാര്യയും ഭർത്താവും ഉണ്ടാവും. എന്നാലും അത് 65 ലക്ഷം കുടുംബങ്ങളുടെ വോട്ടാണ്. ഈ കുടുംബങ്ങളുടെ വോട്ട് ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് സർക്കാർ വളരെ കാലമായിട്ട് ആസൂത്രിതമായി ചെയ്യുന്ന ഒരു കാര്യം, ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇടും. ഈ കുടിശ്ശിക ഇടുന്ന സമയത്ത് മുഴുവൻ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതം ഒരു കുടിശ്ശികയില്ലാതെ സംസ്ഥാനത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ പൈസ സർക്കാർ പല കാര്യങ്ങൾക്ക് കൊടുത്ത് മറിക്കും. എന്നിട്ട് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിന് മുമ്പ് സഹകരണ വകുപ്പിലെ സഖാക്കളെ ഉപയോഗിച്ചിട്ട് ഈ പൈസ ഒരുമിച്ച് 10,000 രൂപയും 15,000 രൂപയും ഒരുമിച്ച് ഈ വീട്ടുകാർക്ക് കൊണ്ട് കയ്യിലങ്ങ് കൊടുക്കുക. എന്നിട്ട് പറയും ഇത് പിണറായി സഖാവ് തന്ന പൈസയാണ്, ഓർമ്മിച്ചോളണം കേട്ടാന്ന് പറയും. അപ്പൊ നിഷ്കളങ്കരായ അല്ലെങ്കിൽ ഓർമ്മശക്തി കുറഞ്ഞ നമ്മുടെ നാട്ടുകാർ എന്ത് ചെയ്യും? എന്നാ പിന്നെ 10,000 രൂപ ഒരുമിച്ച് കിട്ടിയില്ലേ, ഇത്തവണ വോട്ട് UDF വേണ്ട LDF ആയിക്കോട്ടെ എന്ന് പറയും. കാര്യം വീണ്ടും പൈസ കിട്ടേണ്ടേ. അപ്പൊ ഇതിന് രണ്ട് കാര്യങ്ങളെ ശക്തമായിട്ട് എതിർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, ഒരു കുടിശ്ശിക ആയിക്കഴിഞ്ഞാൽ ഇലക്ഷന് 3 മാസത്തിന് മുമ്പ് ഒന്നിൽ കൂടുതൽ കുടിശ്ശിക ഒരുമിച്ച് കൊടുക്കുന്നത് എല്ലാ പാർട്ടികളും ഒരുമിച്ച് എതിർക്കണം. രണ്ട്, കേന്ദ്രത്തിന് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു വലിയ ട്രാപ്പിനെ, ജനങ്ങളെ കൊണ്ട് എത്തിച്ചേക്കുന്ന ഒരു വലിയ ട്രാപ്പിനെ കേന്ദ്ര ഗവൺമെന്റിനെ വളരെ നിസ്സാരമായിട്ട് വളരെ ഫലപ്രദമായിട്ട് ആ മുള്ള് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ സാധിക്കും. അതായത് സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് കൊടുക്കുന്ന തുക പോയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഓരോ മാസവും കൊടുക്കുന്ന തുക ഈ ഗുണഭോക്താവിന്റെ അക്കൗണ്ടിൽ ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ, അതായത് നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് രണ്ട് കാര്യങ്ങളുണ്ടാവും. അതിനകത്ത് ഒന്ന്, ഈ ഗുണഭോക്താവിന് അറിയാൻ പറ്റും കേന്ദ്രത്തിന്റെ വിഹിതം എത്രയാണ്. ഇപ്പോ കിസാൻ സമ്മാൻ യോജന നടത്തുന്നു, സംസ്ഥാനത്തിന്റെ സഹായമൊന്നും അതിനകത്തില്ല, കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് കൊടുക്കുകയാണ്. ഈ ഫണ്ട് നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ വരികയാണ്. കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിരന്തരമായി വോട്ട്, കഴിഞ്ഞ 10 വർഷങ്ങളിലിടയ്ക്ക് കേരളത്തിൽ BJPക്ക് വോട്ട് കൂടാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു സംവിധാനം എന്ന് പറയുന്നത് ഈ കിസാൻ സമ്മാൻ യോജനയാണ്. പരമ്പരാഗതമായി എന്നല്ല, തലമുറകളായിട്ട് LDFന് വോട്ട് ചെയ്തുകൊണ്ട് ഇരുന്ന പല വ്യക്തികളും, പ്രത്യേകിച്ച് കർഷകര്, കഴിഞ്ഞ വർഷങ്ങളിൽ അവര് BJPക്ക് വോട്ട് ചെയ്ത് തുടങ്ങി. ഞാൻ നേരിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അതെന്താ അങ്ങനെ ഒരു സഹാബ്, അങ്ങനെ ഒരു മാറ്റം വന്നു? അല്ല, ഞങ്ങൾക്ക് ഒരു വർഷം 6,000 രൂപ ഞങ്ങൾക്ക് ബാങ്കിൽ കിട്ടുന്നുണ്ട്, അതൊരു ചെറിയ കാര്യമല്ല, ഞങ്ങൾക്ക് നേരിട്ട് കിട്ടുന്നുണ്ട്, അത് കേന്ദ്ര ഗവൺമെന്റ് തരുന്നതാണ്. അങ്ങനെ ഒരു സംവിധാനം ഇതുവരെ കർഷകർക്ക് അങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടില്ല. ഇതൊരു പുതിയ സാധനം നമുക്ക് കിട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഓരോ വർഷവും 6,000 വെച്ചിട്ട് 10 വർഷമായിട്ട് 60,000 രൂപ ഞങ്ങൾ മേടിച്ചാണ്. അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും വോട്ട് BJPക്ക് കൊടുക്കുള്ളൂ എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോ ആദ്യ BJP സർക്കാരിന്റെ കാലത്ത് തന്നെ കേന്ദ്രം സർക്കാരിന് കൊടുക്കുന്ന, എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. തിരുവനന്തപുരത്തെ അന്നത്തെ MP കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് 100 കണക്കിന് കോടി രൂപ റോഡ് ഫണ്ടായിട്ട് വാങ്ങിച്ച് ഇവിടെയൊക്കെ അത് പണി ചെയ്ത് ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് പോലും അന്നത്തെ BJP സംസ്ഥാന പ്രസിഡന്റ് പോലും ഇത് അറിയുന്നില്ല. കാര്യം കേന്ദ്രത്തിൽ നിന്ന് അവർ പോകുന്നു, നേരിട്ട് ഫണ്ട് വാങ്ങിക്കുന്നു, ഇവിടെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. BJP എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഫണ്ട് സംസ്ഥാനത്തിൽ ഏതൊക്കെ വകുപ്പിൽ എങ്ങനെയൊക്കെ ചെലവാക്കുന്നു എന്ന് അറിയാൻ ഒരു മെക്കാനിസം അന്നും ഇല്ലായിരുന്നു, ഇന്നും അത് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എന്റെ അറിവ്. ഇതിന്റെ ഒന്നും ഉപദേശക സമിതികളിൽ BJPയുടെ അംഗങ്ങൾ ഉണ്ടാവാറില്ല. അതിന് അന്ന് അവർ പറഞ്ഞിരുന്ന ന്യായം, നിങ്ങൾക്ക് MLA മാരില്ലല്ലോ, MP മാരില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളെ ആരും ഞങ്ങളൊന്നും അറിയിക്കത്തില്ല. പക്ഷെ കലാപം വന്നു കഴിഞ്ഞാൽ സർവകക്ഷി സമ്മേളനത്തിനോട് BJP വിളിക്കും, കലാപത്തിന് മാത്രം BJP വിളിക്കും. ബാക്കി എന്ത് കാര്യം വന്നാലും പറയും, നിങ്ങൾക്ക് MLA മാരും MP മാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് കമ്മിറ്റികളിലൊന്നും നിങ്ങൾ വേണ്ട. പക്ഷെ ഇന്ന് കാലങ്ങൾ മാറി, MP ഒന്നിക്കുന്നു, MLA ഉണ്ടായി, അതിന് ശേഷമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിലെ വ്യക്തികൾക്ക്, നമ്മുടെ തന്നെ സംസ്ഥാനമാണ്, നമ്മുടെ തന്നെ കേന്ദ്രമാണ്, നമ്മുടെ ആൾക്കാർക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് എവിടെ എത്ര രൂപ വരുന്നു എന്നുള്ളത് ശരിക്കും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ ഒരു സംവിധാനം BJPക്ക് അത് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. 10-12 നിലയുള്ള മാരാർജി സ്മാരക മന്ദിരം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. യഥാർത്ഥത്തിൽ കേന്ദ്രത്തിലുള്ള ഫണ്ട് ഇവിടെ വരുന്നത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും അതിന്റെ എല്ലാ ഉപദേശക സമിതികളിലും BJPയുടെ അംഗങ്ങൾ ഉണ്ടാകണമെന്ന് നിഷ്കർഷിക്കേണ്ടതും സംസ്ഥാനത്തെ BJPയുടെ ആവശ്യം, അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യുന്ന വോട്ടർമാരുടെ ആവശ്യമാണ്.
ഞാൻ പറഞ്ഞു വരുന്നത്, സംസ്ഥാന ഗവൺമെന്റ് മാസാമാസം കൊടുക്കേണ്ട തുക അവർക്ക് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന തുക അവര് പല വഴിക്കും വക മാറ്റി ചെലവഴിക്കുന്നു. ഇന്നലെ കേന്ദ്ര ആരോഗ്യമന്ത്രി BJP ദേശീയ പ്രസിഡന്റുമായ ശ്രീ JP നഡ്ഡ പാർലമെന്റിൽ പറഞ്ഞത്, കേരളത്തിൽ നിന്ന് കൊടുക്കുന്ന ഫണ്ടിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്നാണ്. ഇത് ആർക്ക് കൊടുത്തു എന്ന് അവരാരെ അറിയിക്കത്തില്ല. കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും മിടുക്കന്മാരാണ്, NGO യൂണിയൻകാരാണ്. അവരാർക്കും പറയത്തില്ല ഈ പൈസ ആർക്ക് എന്ന് എത്ര കൊടുത്തു, അവരൊരു കണക്കുമില്ല. അപ്പോ ഈ സംസ്ഥാനത്തിലുള്ള ആൾക്കാർക്ക് കേന്ദ്രം കൊടുക്കേണ്ട പൈസ അതാത് മാസം കൃത്യമായിട്ട് ഇപ്പൊ 1000 രൂപയാണ് വരുന്നതെങ്കിൽ 1000 രൂപ ആശാ വർക്കറുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അവര് തീർച്ചയായിട്ടും ചോദിക്കും, സംസ്ഥാന ഗവൺമെന്റ് തരേണ്ട 6000 രൂപ എവിടെയാണ്, അല്ലെങ്കിൽ 7000 രൂപ എവിടെയാണ്. അപ്പോ കേരള ഗവൺമെന്റ് കൃത്യമായ സമയങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ ആൾക്കാർക്ക് കൊടുക്കേണ്ട സംസ്ഥാനത്തിന്റെ വിഹിതം കൊടുക്കാൻ അവർ നിർബന്ധിതമാകുന്ന ഒരു അവസ്ഥ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത് മാത്രമല്ല, മറ്റ് ക്ഷേമ പെൻഷനും ഇതുപോലെയാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു വിഹിതമുണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതമുണ്ട്. ഇത് ഒരുമിച്ച് ഇലക്ഷന് തൊട്ട് മുമ്പ് സഹാക്കള് വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന ഒരു സംവിധാനം മാറ്റണമെങ്കിൽ കേന്ദ്രം ഒരു കാര്യം ചെയ്താൽ മതി. ബഹുമാനപ്പെട്ട ശ്രീമതി നിർമ്മല സീതാരാമൻ ഒരു തീരുമാനം എടുത്താൽ മതി. കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ട് അത് എത്ര തുച്ഛമായ തുകയാണെങ്കിൽ പോലും അവരുടെ അക്കൗണ്ടുകളിൽ നേരിട്ട് കേന്ദ്ര ഗവൺമെന്റ് നിക്ഷേപിക്കുകയും അതിന്റെ വിവരം സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കുകയും ചെയ്യുക. അവർ ചെയ്യേണ്ടത് ഇത് വാലിഡേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ജോലി മാത്രമാണ് സംസ്ഥാനം ചെയ്യേണ്ടത്. ഓക്കെ, രമ എന്ന് പറയുന്ന ആളുടെ 1000 രൂപ കേന്ദ്രം അയച്ചു, 6000 രൂപ കേരളം ഇട്ട് കൊടുക്കുന്നു, കാര്യം കഴിഞ്ഞു. അതിന് പകരം കേരളത്തിന് ഫണ്ട് കൊടുത്ത് അവര് വിശ്വസിച്ച് ഈ ഫണ്ട് എടുത്ത് കൊടുത്തിട്ട് ഇപ്പൊ കേന്ദ്രത്തിൽ നടക്കുന്ന തർക്കം ഇതാണ്. സുരേഷ് ഗോപിക്കും പറയാൻ പറ്റുന്നില്ല, നിർമ്മലാ സീതാരാമനും പറയാൻ പറ്റില്ല, JP നദ്ദാജിക്കും പറയാൻ പറ്റുന്നില്ല, മുഖ്യമന്ത്രിക്കും പറയാൻ പറ്റുന്നില്ല, വീണ ജോർജിനും പറയാൻ പറ്റുന്നില്ല. ആരുടെ പൈസ എവിടെ എത്ര വന്നു, ഇനി എത്ര ബാക്കിയുണ്ടോ, ഈ കണക്കുകൾ. ഇത് ഞാൻ ഈ പറയുന്ന കാര്യം വളരെ സുപ്രീം കോടതി തന്നെ വളരെ വിമർശിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കേരളത്തിലെ കിട്ടുന്ന പൈസയുടെ കണക്കുകൾ ചോദിക്കുമ്പോഴത്തേക്ക് ഉദ്യോഗസ്ഥന്മാര് പാടി. കേരളത്തിലെ ഉപഭോക്താവിനെ മുമ്പ് അങ്ങനെയല്ല. മുമ്പ് ഉപഭോക്താവിനെ അറിയത്തില്ല, അവരെ അക്കൗണ്ട് നമ്പർ അറിയത്തില്ല, അവരെ ആധാർ നമ്പർ അറിയത്തില്ല, അവരെ പാൻ കാർഡ് അറിയത്തില്ല. ഇപ്പോഴെങ്ങനെയല്ല. ഇപ്പോഴും നിങ്ങൾക്ക് ഓരോ വ്യക്തികളുടെയും പാൻ കാർഡ് നിങ്ങളിലുണ്ട്, ആധാർ കാർഡ് നിങ്ങളിലുണ്ട്, അവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉണ്ട്, ഈവൻ അവരുടെ ഫോൺ നമ്പർ ഉണ്ട്. പൈസ ഇട്ടിട്ട് കിട്ടിയോ എന്ന് വിളിച്ച് ചോദിക്കാനുള്ള സംവിധാനം പോലും ഉണ്ട്. ഈ സംവിധാനത്തിനെ വളരെ ശുഷ്കാന്തിയോടെ, ഉറച്ച മനസ്സോടെ, പൊളിറ്റിക്കൽ വില്ലോടെ ഈ തീരുമാനം നടപ്പിലാക്കിയാൽ അടുത്ത് വരുന്ന നിയമസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ CPM കാണിക്കുന്ന സംഘടിതമായ വോട്ടുപിടുത്തം അല്ലെങ്കിൽ വോട്ട് മറിക്കലിന് നമുക്കൊരു വിരാമം ഇടാൻ സാധിക്കും. യഥാർത്ഥ ജനങ്ങളുടെ യഥാർത്ഥ വിൽ എന്താണെന്ന്, അവരുടെ മനസ്സെന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ ഇത്തരമുള്ള സ്വാധീനങ്ങൾ അവർക്ക് ഉണ്ടാവാൻ പാടില്ല. ഈ സ്വാധീനിക്കാതിരിക്കണമെങ്കിൽ ഈ ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്ക് നടപ്പാക്കിയേ പറ്റുള്ളൂ. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്, ഏറ്റവും അത്യാവശ്യമായിട്ട് നടപ്പാക്കേണ്ട തീരുമാനമാണ്. 3 കക്ഷികളും കൂടെ ഒരുമിച്ച് തീരുമാനിച്ചാൽ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമാണ്. നന്ദി, നമസ്കാരം.